ഇസ്ലാമാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തന ചുമതല ഏറ്റെടുക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് UAE. നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ UAE എടുത്തിരിക്കുന്നത്. പാകിസ്ഥാന് ഇത് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള ഊഷ്മള ബന്ധം ഊട്ടിയുറപ്പിക്കലിന് ശേഷമാണ് ഇപ്പോൾ UAE ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2025 ഓഗസ്റ്റ് മുതൽ ചർച്ചയിലുണ്ടായിരുന്ന വിമാനത്താവള ഏറ്റെടുക്കൽ കരാർ ഇപ്പോൾ പൂർണ്ണമായും റദ്ദാക്കി എന്നാണ് പാകിസ്ഥാൻ മാധ്യമമായ ദ എക്സ്പ്രസ് ട്രിബ്യൂണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ ന്യാഹ്യാന്റെ ഇന്ത്യയിലേക്കുള്ള അപ്രതീക്ഷിത സന്ദർശനത്തിന് പിന്നാലെയാണ് UAEയുടെ പിന്മാറ്റം എന്നതാണ് ഏറെ ശ്രദ്ധേയം. UAEക്ക് പദ്ധതിയിൽ താൽപ്പര്യം നഷ്ടപ്പെട്ടതും പ്രാദേശിക പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തതുമാണ് കരാർ റദ്ദാക്കാനുള്ള പ്രധാന കാരണമായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ സംഭവം UAE പാകിസ്ഥാൻ ബന്ധത്തിലെ വിള്ളലിന്റെ ഭാഗമായും കണക്കാക്കപ്പെടുന്നുണ്ട്. UAEയും സൗദി അറേബ്യയും തമ്മിൽ യമൻ വിഷയത്തിൽ രൂപപ്പെട്ട ഭിന്നതയും UAEയുടെ പിന്മാറ്റത്തിന് പിന്നിലുണ്ടായെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി പ്രതിരോധ കരാറുകളും ഇസ്ലാമിക് നാറ്റോ പോലുള്ള സഖ്യാശയങ്ങൾക്കുള്ള ശ്രമങ്ങളും നടത്തുമ്പോൾ UAE ഇന്ത്യയുമായി പുതിയ പ്രതിരോധ കരാറുകൾ ഒപ്പിട്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈനിക സാങ്കേതിക വൈദഗ്ധ്യം സൗദി അറേബ്യ ആവശ്യപ്പെടുമ്പോഴാണ് UAE ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത്. ഇന്ത്യയെപ്പോലെ തന്നെ പാക് UAE ബന്ധവും 4 ദശാബ്ദങ്ങൾക്ക് മുൻപ് വ്യാപാരം, കുടിയേറ്റ തൊഴിലാളികൾ, പ്രതിരോധം, ഊർജം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ശക്തമായിരുന്നു. എന്നാൽ പാകിസ്ഥാനിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ലൈസൻസിംഗ് വിവാദങ്ങൾ, പഴകിയ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ബന്ധത്തെ സാരമായി തന്നെ ബാധിച്ചു. പാകിസ്ഥാനിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ മോശം ഭരണവും രാഷ്ട്രീയ ഇടപെടലും വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും അവയെ തുച്ഛവിലയ്ക്ക് വിൽക്കുന്ന സാഹചര്യവും ഉണ്ടാക്കി. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് സ്വകാര്യവൽക്കരിക്കേണ്ടി വന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അഫ്ഗാനിസ്ഥാൻ പോലുള്ള വെല്ലുവിളി നിറഞ്ഞ സ്ഥലങ്ങളിൽ വിമാനത്താവളങ്ങൾ കൈകാര്യം ചെയ്ത അനുഭവം ഉണ്ടായിരുന്നിട്ടും ഇസ്ലാമാബാദ് എയർപോർട്ട് പദ്ധതി UAE ഉപേക്ഷിച്ചതാണ് പാകിസ്ഥാൻ ഇപ്പോൾ കനത്ത തിരിച്ചടിയാകുന്നത്. അതേസമയം ഇതിന് വിപരീതമായി കഴിഞ്ഞ ആഴ്ച ഡൽഹി സന്ദർശിച്ച UAE ഭരണാധികാരി 900 ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും തമ്മിലുള്ള ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ വിപുലവും ബഹുമുഖവുമാക്കാനുള്ള തീരുമാനമുണ്ടായി. ഇരുവരും ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവനയിൽ പ്രതിരോധ മേഖലയിൽ പൂർണ്ണ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കുള്ള നീക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.